ഹായ് ഫ്രണ്ട്സ്, ഷെയർ മാർക്കറ്റ് മലയാളത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓപ്ഷൻ സീരീസിനെ കുറിച്ചുള്ള ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഓപ്പൺ ഇൻട്രസ്റ്റിനെ കുറിച്ചാണ്. ഇതിൽ കുറച്ച് കാര്യങ്ങളെ പറഞ്ഞുള്ളൂ. എന്താണ് ഓപ്പൺ ഇൻട്രസ്റ്റ്, അതും വോളിയം തമ്മിലുള്ള ബന്ധം, അത്ര കാര്യങ്ങൾ മാത്രമേ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ടുള്ള ഓപ്പൺ ഇൻട്രസ്റ്റ് നമുക്ക് ട്രേഡിങ്ങിന്, ഓപ്ഷൻ ട്രേഡിങ്ങിന് എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ള കാര്യം നമുക്ക് അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ ആ ഒരു വീഡിയോ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ആ വീഡിയോ മിസ്സാവാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് ഇപ്പോൾ തന്നെ ഉറപ്പ് വരുത്തുക. കൂടാതെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെൽ ബട്ടൺ കൂടി ഓൺ ആക്കിയിട്ടുണ്ടെന്നുള്ള കാര്യം കൺഫേം ചെയ്യുക. ഓപ്പൺ ഇൻട്രസ്റ്റ് നമുക്ക് ഓപ്ഷൻ ട്രേഡിങ്ങിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി അല്ലെങ്കിൽ ഇൻഡെക്സ് അനലൈസ് ചെയ്യുന്ന സമയത്താണെങ്കിലും അല്ലെങ്കിൽ പല സ്ട്രാറ്റജികൾ ഡെവലപ്പ് ചെയ്യാനാണെങ്കിലും ഒരു വ്യൂ രൂപപ്പെടുത്തിയെടുക്കാൻ ഓപ്പൺ ഇൻട്രസ്റ്റ് കൂടി നമ്മൾ കൺസിഡർ ചെയ്യാറുണ്ട്. അപ്പോൾ ഓപ്പൺ ഇൻട്രസ്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. കറൻറ്റ് ടൈമിൽ ഓപ്പൺ ആയിട്ടുള്ള കോൺട്രാക്റ്റുകളുടെ എണ്ണത്തെയാണ് ഓപ്പൺ ഇൻട്രസ്റ്റ് കാണിക്കുന്നത്. അതായത് ഇപ്പോൾ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള കോൺട്രാക്റ്റുകളുടെ എണ്ണം. നമുക്കിതൊന്ന് ഓപ്ഷൻ ചെയിനിൽ നോക്കാം. ഇത് അപ്സ്റ്റോക്സിൻ്റെ പ്ലാറ്റ്ഫോമിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷൻ ചെയിനാണ്. അതിനു മുമ്പ് അപ്സ്റ്റോക്സിലോ മറ്റോ ഡിസ്കൗണ്ട് ബ്രോക്കറിലോ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാവുന്നതാണ്. നമ്മുടെ ലിങ്ക് വഴി അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നവർക്ക് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചുള്ള ബേസിക് കോഴ്സ് സൗജന്യമായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ ആദ്യം ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് 16,200 അറ്റ് ദ മണി ഓപ്ഷൻ തന്നെ നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റും വോളിയം ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യം തന്നെ കോളത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഓപ്പൺ ഇൻട്രസ്റ്റും കാണാൻ പറ്റും, അതിൻ്റെ കൂടെ തന്നെ OI ചേഞ്ചും കാണാൻ പറ്റും. OI ചേഞ്ച് എന്താണെന്നുള്ളത് നമുക്ക് പിന്നീട് പറയാം. പിന്നെ അതുകൂടാതെ അതിൻ്റെ മൂന്നാമത്തെ കോളത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും വോളിയം. നിങ്ങൾക്ക് ഇതിൽ നമ്പേഴ്സ് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഓപ്പൺ ഇൻട്രസ്റ്റ് 30,26,150, അതായത് ഇപ്പോഴുള്ള ഓപ്പൺ ഇൻട്രസ്റ്റ് അത്രയാണ് ആ സ്ട്രൈക്കിലുള്ള കോളിന്. അതേപോലെ വോളിയം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും 4 കോടിക്ക് മുകളിലാണ് വോളിയം. അപ്പോൾ ഓപ്പൺ ഇൻട്രസ്റ്റിനേക്കാൾ വളരെയധികം വോളിയം. ആ രണ്ടും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം, എന്തുകൊണ്ട് അങ്ങനെയുള്ള വ്യത്യാസം വന്നെന്ന് നമുക്ക് പറയാം. എങ്കിലും രണ്ടും വ്യത്യസ്തമാണെന്നുള്ള കാര്യം മനസ്സിലാക്കിയേക്കാം. അപ്പോൾ ഓപ്പൺ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്നുള്ള കാര്യം നമുക്ക് അറിയാൻ വേണ്ടി ജസ്റ്റ് വൈറ്റ് ബോർഡിലേക്ക് പോകാം. നമുക്ക് ഈ ഒരു എക്സാമ്പിളിലേക്ക് തന്നെ പോകാം. അതായത് ഒരു ഓപ്ഷൻ കോൺട്രാക്റ്റ് ഉണ്ടാവണമെങ്കിൽ ഒരാൾ ബൈ ചെയ്യണം, ഒരാൾ സെല് ചെയ്യണം. അപ്പോഴേ ഒരു ഓപ്ഷൻ കോൺട്രാക്റ്റ് ഉണ്ടാവും. അപ്പോൾ എ എന്ന് പറയുന്ന ഒരാൾ ബിന്ന് ഒരു 5 കോള് 16,200 കോള് ബൈ ചെയ്തു എന്ന് വിചാരിച്ചോ. അപ്പോൾ എ 16,200 5 കോൾ ബൈ ചെയ്തു, ബി 16,200 5 കോള് സെല് ചെയ്തു. ഓക്കെ, അവിടെ ഒരു കോൺട്രാക്റ്റ് ഉണ്ടായി. അപ്പോൾ ആ ഒരു സമയത്ത് ആ 16,200 കോൾ സൈഡിലുള്ള ടോട്ടൽ ഓപ്പൺ ഇൻട്രസ്റ്റ് 5 ആണ്. അവിടെ വോളിയം എത്ര ട്രേഡ് നടന്നു? 5. അവിടുത്തെ വോളിയം 5 തന്നെയാണ് അപ്പോൾ ആ ഒരു സമയത്ത്. ഇനി നെക്സ്റ്റ് കേസ്, മൂന്നാമത് സി എന്ന് പറയുന്ന ഒരാൾ ഡീൻ്റെ നിന്ന് ഒരു 2 കോൺട്രാക്റ്റ് കോൾ കൂടി ബൈ ചെയ്തു. സെയിം സ്ട്രൈക്ക് കോൾ സൈഡ് തന്നെ ബൈ ചെയ്തു. ഇപ്പോൾ ടോട്ടൽ ഓപ്പൺ ഇൻട്രസ്റ്റ് എത്രയായി? 5 ഉണ്ടായിരുന്നു മുമ്പ്, ഇപ്പോൾ 2 കൂടിയായി. അപ്പോൾ 7 ടോട്ടൽ ഓപ്പൺ ഇൻട്രസ്റ്റ്. നെക്സ്റ്റ് അതേപോലെ വോളിയം എത്രയായി? ഇപ്പോൾ സെയിം തന്നെയാണ്, 7. ഇനി ആദ്യത്തെ കോൾ 5 കോൾ ബൈ ചെയ്തതിൽ നിന്ന് ആദ്യത്തെ എ എന്ന് പറയുന്ന ആൾ 2 കോൾ എക്സിറ്റ് ചെയ്തു. ബാക്കി ആളുകൾ 3 ഉള്ളൂ ഇപ്പോൾ. അപ്പോൾ ടോട്ടൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഇപ്പോൾ ഓപ്പൺ ആയിട്ടുള്ള കോൺട്രാക്ട്സിൻ്റെ എണ്ണം എത്രയാണ്? 7 ഉണ്ടായിരുന്നു, 7 2 പോയി ഇപ്പോൾ ടോട്ടൽ. ഇനി 5 കോൺട്രാക്റ്റ് മാത്രമേ ഉള്ളൂ. പക്ഷേ വോളിയം എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത്? ഓരോ ട്രാൻസാക്ഷൻ വരുമ്പോഴും ആഡ് ചെയ്തുകൊണ്ട് പോകും. അങ്ങനെയാണ് വോളിയം കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഓപ്പൺ ആയിട്ടുള്ള കോൺട്രാക്റ്റ് മാത്രമല്ല. അപ്പോൾ ടോട്ടൽ ആദ്യത്തിൽ 5 ആയിരുന്നു, രണ്ടാമത്തെ 2 വാങ്ങി, മൂന്നാമതിൽ 2 സെല് ചെയ്തെന്ന് പറഞ്ഞാൽ 2 എക്സിറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ 2 കൂടി കൂടി, അപ്പോൾ 9 ഇപ്പോൾ ടോട്ടൽ വോളിയം. അപ്പോൾ വോളിയം എപ്പോഴും മുകളിലോട്ട് തന്നെയായിരിക്കും പോകുന്നത്. ഓപ്പൺ ഇൻട്രസ്റ്റ് മുകളിലോട്ട് കൂടുകയും ചെയ്യും, താഴോട്ടും പോകും. അതായത് കൂടുകയും ചെയ്യും, കുറയുകയും ചെയ്യും. ചില ഫ്ലാറ്റായിട്ട് ഉണ്ടാവുകയും ചെയ്യും. അതായത് മാറ്റമൊന്നും ഉണ്ടാവില്ല. വോളിയത്തിൽ മാറ്റം വരും, പക്ഷേ ഓപ്പൺ ഇൻട്രസ്റ്റിൽ മാറ്റം ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി, ഓപ്പൺ ഇൻട്രസ്റ്റ് എങ്ങനെ കൂടുന്നതെന്നുള്ളത്. ഇനി ഇതേപോലെ തന്നെ നാലാമത്തെ ഒരാൾ ഇ എന്ന് പറയുന്ന ഒരാൾ ആദ്യത്തെ എൻ്റെ കയ്യിൽ ഇപ്പോൾ എത്ര കോൺട്രാക്റ്റ് ബാക്കിയുണ്ട്? ആദ്യം 5 ആയിരുന്നു അയാൾ വാങ്ങിയത്, പക്ഷേ 2 ഇവിടെ എക്സിറ്റ് ചെയ്തിരുന്നു. പിന്നെ ബാക്കി 3 ഉണ്ട്. 3ൽ ഒരു 2 കൂടി അയാൾ ഇ എന്ന് പറയുന്ന ഒരാൾ വാങ്ങി. ഇതിൽ കോൺട്രാക്റ്റുകളുടെ എണ്ണത്തിൽ ചേഞ്ച് ഇല്ല, കാരണം ഇവിടുന്ന് ഇതിലേക്ക് ട്രാൻസ്ഫർ ആയത് മാത്രമാണ് കോൺട്രാക്റ്റുകൾ. അതുകൊണ്ട് തന്നെ പുതിയ കോൺട്രാക്റ്റുകൾ ഉണ്ടായിട്ടില്ല ഇവിടെ. അതുകൊണ്ട് തന്നെ അവിടെ ഓപ്പൺ ഇൻട്രസ്റ്റ് ഫ്ലാറ്റാണ്, മാറ്റമൊന്നുമില്ല, 5 തന്നെയാണ്. തൊട്ട് മുകളിലുണ്ടായ അതേ 5 തന്നെയായിരിക്കും. പക്ഷേ ഇവിടെയും ട്രാൻസാക്ഷൻ നടന്നുകൊണ്ട് തന്നെ ഇവിടെ പിന്നെയും വോളിയം കൂടി 11 അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഓപ്പൺ ഇൻട്രസ്റ്റും വോളിയം തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം അതാണ്. വോളിയം എപ്പോഴും മുകളിലോട്ട് മാത്രമായിരിക്കും, അതായത് കൂടിക്കൊണ്ട് മാത്രമായിരിക്കും പോകുന്നത്. പക്ഷേ ഓപ്പൺ ഇൻട്രസ്റ്റ് കൂടാൻ കുറയാൻ ഫ്ലാറ്റായിട്ടും ഉണ്ടാവാം. അപ്പോൾ അത് ഓരോ ട്രാൻസാക്ഷൻ അനുസരിച്ച് ആ ഒരു സമയത്ത് ഇത്ര ഓപ്പൺ ആയിട്ടുള്ള കോൺട്രാക്റ്റുകളുണ്ട്, അതിനനുസരിച്ചാണ് ഓപ്പൺ ഇൻട്രസ്റ്റ് പറയുന്നത്.
നമുക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോയിൽ പറയുന്നു. ഈ ആഴ്ച ടൈം കുറേ കുറവായതുകൊണ്ടാണ് ഒരു ചെറിയൊരു വീഡിയോ ചെയ്തത്. ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ സംസാരിക്കാം. താങ്ക്